ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 65-ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇടേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്കത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചലഞ്ച് തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു വീഡിയോ മിസ്സാകുന്നത്. ആ ഒരു ഡേയിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഈ ഒരു 90 ഡേയ്സ് ചാലഞ്ചിൽ ഒരു വീഡിയോയും മിസ്സാകരുത്, എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഈ ഒരു 3 മന്ത്സും പോകണമെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെക്കൊണ്ട് നടന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ ബാക്കി സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഈ ജസ്റ്റ് ഈ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ് കേട്ടോ. അതായത് മലയാളത്തിൽ ചണവിത്ത് എന്നൊക്കെ പറയും. അപ്പം ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങാടിക്കടകളിലുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് ഞാനൊരു 2 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ കുറുകി അതായത് വറ്റി ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണം ഇത് ജെല്ലായിട്ടുണ്ടോ. ഒരുപാട് ജെൽ കൺസിസ്റ്റൻസി അതായത് നല്ലോണം കട്ടിയാകണ വരെ വെയിറ്റ് ചെയ്യൽ, പിന്നെ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഞാൻ കാണിക്കണ പോലെ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് ജെല്ലായി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാൻ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ജെല്ലായ പോലെ തോന്നിയ സമയത്ത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ അരിപ്പയിൽ അരിച്ചെടുക്കാൻ നോക്കിയ സമയത്ത് ഇത് അത്യാവശ്യം ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ ഉടനെ തന്നെ ചൂടോടെ തന്നെ അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇരിക്കും തോറും ഇത് ഭയങ്കരമായിട്ട് കട്ടിയാകും, നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ അത്യാവശ്യം കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അരിപ്പയിൽ അങ്ങനെ അരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നീട് തുണിയിലാണ് കേട്ടോ, തുണിയിൽ ആക്കിയിട്ടാണ് അരിച്ചെടുത്തത്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ വളരെ പാടാണ് കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾ നല്ലോണം ജെല്ലാകണ വരെ വെയിറ്റ് ചെയ്യാതെ അതിന് മുന്നേ എടുത്തിട്ട് അരിച്ചെടുക്കണം. അപ്പം അതേ ഇതുപോലെയാണ് കേട്ടോ, നമ്മുടെ കറ്റാർ വാഴയുടെയൊക്കെ പൾപ്പ് എടുക്കില്ലേ, ആ ഒരു ജെൽ പോലെയാണ് നമുക്ക് ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ലും കിട്ടുന്നത്. അപ്പോൾ തുണി വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലോണം നമുക്ക് അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് ആ ഒരു ജെല്ല് കിട്ടും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജെല്ലാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം എൻ്റെ ഈ ഒരു ചലഞ്ചിൽ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഒനിയൻ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒനിയൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ഒനിയൻ എടുക്കുക. അപ്പം ഞാനിതൊരു വലിയ ഒരു സവാളയുടെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഒരു മീഡിയം സൈസ് ഒനിയൻ എടുക്കുന്നതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടിട്ടാണ് അരിച്ചെടുത്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ പൊടികൾ നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പൊടികൾ നമ്മുടെ തലയിലിരിക്കും. അപ്പോൾ ഞാൻ ഇത്തവണ അരിച്ചെടുത്തപ്പോഴത്തേക്ക് അത് നല്ലോണം എനിക്ക് അരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു ഇതും കൂടിയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഒരു പൊടികളൊക്കെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇങ്ങനെ പൊങ്ങി ഇരിക്കും കേട്ടോ, വെള്ള പൊടികളായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നമ്മുടെ ആ ഒരു ജെല്ലും അതുപോലെ തന്നെ ഒനിയൻ ജ്യൂസും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ എല്ലാ ദിവസവും ചെയ്യണ പോലെ തന്നെ മുടി ആദ്യം ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരം ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന സമയമുണ്ട്. അപ്പോൾ എനിക്ക് ആകെ കിട്ടുന്ന ഒരു സമയം ഈ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു ഹെയർ പാക്കും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ദിവസം വീഡിയോ ഇല്ലാഞ്ഞതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് എടുക്കുന്നതൊക്കെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുന്ന നേരത്താണ് കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞാലാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുക. അപ്പോൾ വീഡിയോ ഞാൻ പകൽ ഏതെങ്കിലും ഒരു നേരം അവൾ ഉറങ്ങുന്ന നേരത്തെ എടുത്ത് വെച്ചിട്ട് രാത്രിയിൽ അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ പാതിരാത്രിയിലാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ അതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ പകൽ ഉറങ്ങിയില്ല, രാത്രി ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കാനോ ഇത് ഉണ്ടാക്കി കാണിക്കാനോ ഒന്നിനും എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്നലത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ അതായത് ഇന്നലെ നടക്കാത്തതുകൊണ്ട് ഇന്ന് രാവിലേക്ക് എണീറ്റിട്ട് വെളുപ്പാങ്കാലത്തൊക്കെ കുഞ്ഞിപ്പെണ്ണ് ഉണരണേന് മുന്നേയൊക്കെ എടുത്ത് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വളരെ ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും രാവിലെ കിടന്ന് അറിയാണ്ട് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ അവൾ ഉണരണ ഏകദേശം സമയമായപ്പോഴാണ് ഞാനും ഉണരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് പിന്നെ ഇന്ന് രാവിലെ പോലും ഈ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ദിവസങ്ങളിലും മാക്സിമം ഞാൻ എനിക്ക് പറ്റണ ഇപ്പോൾ ഒരു പാതിരാത്രിയിലാണെങ്കിൽ കൂടി ഞാൻ ഈ ഒരു പാക്കൊക്കെ ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോസ് എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഈ ഒരു 90 ഡേയ്സ് ചാലഞ്ചിൻ്റെ ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്തു പോയിരുന്നു. പക്ഷേ ഇന്നലത്തെ ദിവസം എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അത് ഒട്ടും മുടങ്ങല്ലെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ പെട്ടെന്ന് മുടങ്ങിപ്പോയത്. അപ്പോൾ അല്ലാണ്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും നിർത്തിയതല്ല, ഈ ഒരു ചലഞ്ച് സ്റ്റോപ്പ് ചെയ്തതല്ല. എന്നെക്കൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഈ ഒരു ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ആക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്ക് എല്ലാ വീഡിയോസിലും കാണിക്കണ പോലെ തന്നെ സ്കാൽപ്പിൽ ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ നല്ലോണം തണുപ്പാണ് കേട്ടോ. ഈ ഒരു നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ഹെയറിനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ നമുക്ക് സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ നല്ല ബെസ്റ്റാണ്. കൂടാതെ ഇത് omega-3 ഫാറ്റി ആസിഡ്സിൻ്റെയും വൈറ്റമിൻ ഇയുടെയും വൈറ്റമിൻ ബിയുടെയൊക്കെ ഒരു റിച്ച് സോഴ്സാണെന്ന് പറയാം. അപ്പോൾ ഇവയെല്ലാം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ പലരും മുടി വളരാൻ വേണ്ടിയിട്ടും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാച്ചുറലി തന്നെ വൈറ്റമിൻ ഇ ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൽ നല്ലോണം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെ ജെല്ലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇവയൊക്കെ ഈ ഒരു ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. കൂടാതെ ഇത് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ടൊന്ന് എന്താ പറയുക നല്ലൊരു തണുപ്പൊക്കെ ഏകുന്നതാണ് കേട്ടോ. കൂടാതെ നമ്മുടെ മുടിയുടെ ലെങ്തിലേക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ ലെങ്തിനെയും നന്നായിട്ട് സ്മൂത്താക്കാൻ സഹായിക്കുന്നതാണ്. നന്നായിട്ട് നമ്മുടെ മുടി ഒന്ന് ഷൈനിങ് ആകാനും നല്ലോണം കിടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പുതിയ മുടികൾ വളരാനും അതുപോലെ തന്നെ ഡാൻഡ്രഫിനെ അകറ്റാനും അങ്ങനെ നമ്മുടെ ഡ്രൈ ഹെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനും മുടി വളർച്ചയിൽ നന്നായിട്ട് സഹായിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അതിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് പറയാം. എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്.
അപ്പോൾ എല്ലാ ഇതിലും പറയണ പോലെ ഫ്രണ്ട് ഏരിയയിലാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബാലൻസ് വരുന്നതും എല്ലാം ഏറ്റവും കൂടുതൽ ഈ ഒരു ഫ്രണ്ട് ഏരിയയിലാണ് കേട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പോയ സ്ഥലത്തേക്ക് മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും അത്. അപ്പോൾ ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനും കുറച്ച് ഈസിയാണ് കേട്ടോ. മറ്റേത് നമ്മൾ ഒനിയൻ ജ്യൂസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒലിച്ചിറങ്ങുന്ന ഒരു ഇതാണ്. അപ്പം ഇത് ഒരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഈസിയാണ്. പിന്നെ ഇതൊരു അലോവേര ജെല്ലിൻ്റെ പോലെ തന്നെ ഒരു നേച്ചറാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കൊരു താല്പര്യമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. കാരണം സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തിയെന്ന് എനിക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ടല്ല, ഒന്ന് ലൈറ്റായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് മുടി മേലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി ഒരു 30 മിനിറ്റ്സ് to 1 hour വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ട്ടോ.